ഉണ്ടാക്കിയ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി. അതിന് വേണ്ടിയിട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ഓപ്ഷനിലാണ്. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചത്, സോസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ആ ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വല്ലാണ്ട് ഡ്രൈ ആയി പോകരുത്. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി ഒരു പാന് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിൽ കുറച്ച് ചീസ് ചേർത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഇതിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. സൈഡ് ഇതേപോലെ ആക്കിയെടുക്കാം. ഇങ്ങനെ നടുവിൽ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താണ് ഇത് ഫില്ലിങ് ഉണ്ടല്ലേ, ഇതേപോലെ ഉണ്ടാവും. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. റമളാൻ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത ചപ്പാത്തി ഇതേപോലെ ഒന്ന് പിടിച്ച് ഒരു ടൂത്ത് പിക്കും കൊണ്ട് കുത്തി കൊടുക്കാം. ഇത് എയർ ഫയറിൽ ആക്കിയെടുക്കാം. വളരെ കുറച്ച് മതി ചേർക്കാം. വിനാഗിരി ഇത് മിക്സ് ചെയ്തിട്ട് മയോണീസും ചില്ലി സോസും ടൊമാറ്റോ സോസും ചേർത്തിട്ട് ഉണ്ടാക്കിയൊരു മിക്സാണ്. ഇതിലേക്ക് ചിക്കന് ഫ്രൈ ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെച്ച ചപ്പാത്തി ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഷേപ്പിൽ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം.